ബി.ജെ.പി. ജയിക്കും എന്ന പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലം. പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, PLMന്റെ ലക്ഷ്യം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തോതിലുള്ള മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടി ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കി. അതുകൊണ്ട് തീർച്ചയായിട്ടും അതും രാജീവ് ചന്ദ്രശേഖരെ പോലുള്ള ഒരു വ്യക്തി അവിടെ മത്സരിക്കുമ്പോൾ ജയസാധ്യത കൂടുതലാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. പക്ഷേ ഇവിടെ ചില മാധ്യമങ്ങൾക്ക് നേമത്തെ BJP ജയിക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വലിയ ദുഃഖമാണ് ഉണ്ടാകുന്നത്, ഖേദകരമാണ്. ഒരു ജനാധിപത്യ പാർട്ടി, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ജയിച്ചാൽ ഈ മാധ്യമപ്രവർത്തകർ എന്ന മാപ്രകൾക്ക് എന്താണ് ഇത്ര ചൊറിച്ചിൽ, ഇത്ര അസഹിഷ്ണുത എന്ന് ചോദിച്ചു പോവുകയാണ്. കഴിഞ്ഞ ദിവസം പുതിയ ചാനലായ ബിഗ് ടിവിയുടെ ചർച്ചയിൽ വേണു ബാലകൃഷ്ണനും അപർണ കുറുപ്പും എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇരുന്ന് വളരെ വിഷമത്തോടെ, വേദനയോടെ, കണ്ണീരോടെ പറയുന്നു BJP നേമത്തെ ജയിക്കാനുള്ള സാധ്യതയുണ്ട്, എന്താണ് ചെയ്യുന്നത്, വ്യക്തിപരമായും അല്ലാതെയും ഞങ്ങൾക്കൊക്കെ അത് വലിയ ദുഃഖമാണ് എന്ന് പറയുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹമാധ്യമ പോസ്റ്റിൽ ഇത് പറയാം, നിങ്ങളുടെ സ്വന്തം സമൂഹമാധ്യമ പോസ്റ്റിൽ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഇടത്തിൽ അത് പറയാം. പക്ഷേ ബിഗ് TV പോലെ ഒരു ചാനലിൻ്റെ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് ഒരു മാധ്യമത്തിൻ്റെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയപ്പെടുന്ന ഒരു മാധ്യമത്തിൻ്റെ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് ഇത്തരം ജൽപ്പനങ്ങൾ നടത്തുന്നത് ശരിയാണ്? ഇതിനു മുൻപും വേണു ബാലകൃഷ്ണൻ്റെ പല ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ വളരെ ജനാധിപത്യ വിരുദ്ധമായി തന്നെ അത് പുറത്തു വന്നിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ എന്നാൽ ഉത്തരവാദിത്തമുള്ളവരാണ്. നിങ്ങൾ ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ്. സത്യം ജനങ്ങളെ അറിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവരാണ് ഈ പറയുന്നത്. എല്ലാവരും ചേർന്ന് പറയുകയാണ്. നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമാകട്ടെ, ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലത്തിൽ ജയിച്ചാൽ ഇവർക്കൊക്കെ എന്ത് നഷ്ടം സംഭവിക്കും? ഇവരുടെ ചെലവിലാണോ അവിടെ ഇടതുപക്ഷം ശിവൻകുട്ടി മത്സരിച്ചത്? അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയാണോ മത്സരിച്ചത്? ശിവൻകുട്ടി ജയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ മറ്റൊരാൾ ജയിക്കുകയാണെങ്കിൽ ഇവർക്ക് എന്താണ് നേട്ടമുണ്ടാകുന്നത്? ഇവരുടെ രാഷ്ട്രീയം മാത്രം. ഇത് അതത് രാഷ്ട്രീയം പറയാനാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ രാഷ്ട്രീയം പറയാനാണെങ്കിൽ എനിക്ക് എൻ്റേതായ ചില ഇടങ്ങളുണ്ട്. അത് ഞാൻ കർമ്മ ന്യൂസിൻ്റെ ഫ്ലോറിൽ വന്നിരുന്ന് എൻ്റെ രാഷ്ട്രീയം ഞാൻ പറയാറില്ല. ഞങ്ങളൊക്കെ തന്നെ വിലയിരുത്തലുകളും അഭിപ്രായ പ്രകടനങ്ങളും അല്ലെങ്കിൽ അഭിപ്രായ ചർച്ചകളുമൊക്കെയാണ് നടത്താറ്, വിശകലനങ്ങളുമൊക്കെയാണ് നടത്താറ്, രാഷ്ട്രീയ വിശകലനങ്ങളാണ് നടത്താറ്. ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനാ സംവിധാനത്തെ ഒക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ മാധ്യമപ്രവർത്തനം നടത്തി ശീലിച്ചത്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ ഇടതുപക്ഷം ജയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ടാകും, ഞാനിവിടെ കിടന്ന് കരയും. അല്ലെങ്കിൽ ഇന്ന മണ്ഡലത്തിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും വരികയാണെങ്കിൽ ഞാനിവിടെ ആത്മഹത്യ ചെയ്യും എന്നൊന്നും നമ്മളാരും നമ്മുടെ മാധ്യമങ്ങളുടെ ഫ്ലോറിൽ ഇരുന്ന് പറയാറില്ല, ഞങ്ങളാരും പറയാറില്ല. അപ്പോൾ പിന്നെ ഈ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് നേമത്ത് BJP ജയിക്കുകയാണെങ്കിൽ വലിയ ദുഃഖമുണ്ടാകും, വിഷമമുണ്ടാകും, സങ്കടകരമായ അവസ്ഥയായിരിക്കും, ഹൃദയഭേദകമായിരിക്കും എന്നൊക്കെ പറയാൻ ഈ ബിഗ് TVയിലെ മാപ്രകൾക്ക്, മാധ്യമപ്രവർത്തകർക്ക് നാണവും മാനവുമില്ലേ? നിങ്ങൾക്ക് അല്പം ഒരു യുക്തിസഹമായൊരു ചിന്താശേഷിയില്ലേ? ഒരു നിഷ്പക്ഷത നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിലെങ്കിലും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനുള്ള പ്രവൃത്തിയിലെങ്കിലും കാണിക്കട്ടെ. നിങ്ങൾ എന്ത് രാഷ്ട്രീയം വേണമെങ്കിലും ചിന്തിച്ചോളൂ, പറഞ്ഞോളൂ, ആർക്കെതിരെ വേണമെങ്കിലും നിന്നോളൂ. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. മാധ്യമപ്രവർത്തകർ, ഇത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകർ നല്ല മാധ്യമപ്രവർത്തകരുടെ പേര് കൂടി കളയും, അവരുടെ ആ ഒരു പാരമ്പര്യം കൂടി ഇല്ലാതെയാക്കും എന്നത് വാസ്തവമാണ്. ഇതല്ല മാധ്യമപ്രവർത്തനം, ഇതല്ല നിഷ്പക്ഷത, ഇതല്ല രാഷ്ട്രീയ ധാർമ്മികത, ഇതല്ല ജനാധിപത്യ മര്യാദ എന്ന് ബിഗ് TVയിലെ ഈ കിടന്ന് ബഹളം കൂട്ടി കരഞ്ഞ് നിലവിളിച്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞുകൊള്ളുന്നു. പറയാതെ തരമില്ല.